ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കർഷകരെ ഉപദ്രവിക്കുന്ന ഒരു നടപടിയും LDFന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഇടുക്കി നെടുങ്കണ്ടത്ത് LDF സംഘടിപ്പിച്ച ബഹുജന റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഇടുക്കിയുടെ കാര്യത്തിൽ എക്കാലവും LDFന് ആഭിമുഖ്യവും പക്ഷപാതിത്വവും ഉണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കർഷകരെ ഉപദ്രവിക്കുന്ന ഒരു നടപടിയും LDFന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല. ഭൂപതിവ് നിയമത്തിൽ ഭേദഗതി വരുത്തി കുടിയേറ്റ കർഷകരെയും മലയോര ജനതയെയും സംരക്ഷിച്ചു. ഉപജീവനത്തിനായി ഭൂമി തരം മാറ്റി ഉപയോഗിച്ചത് ക്രമീകരിക്കുന്നതിനുള്ള ചട്ടങ്ങൾ ഭേദഗതിയിൽ ഉടൻ ഉൾപ്പെടുത്തും. കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ കൂടി കണക്കിലെടുക്കും. ഇതിനായുള്ള അപേക്ഷകളിൽ കാലതാമസം ഒഴിവാക്കും. കർഷകരുടെ കൂടെയാണ് എല്ലാ കാലത്തും LDF നിന്നിട്ടുള്ളത്. ആ നില തന്നെ ഈ കാര്യത്തിൽ സ്വീകരിച്ച് നടപടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് തെറ്റായ പ്രചരണങ്ങൾ അഴിച്ചുവിടാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. ഈ ചട്ടം വന്നാൽ എന്തോ പുതിയ വ്യവസ്ഥ വരാൻ പോവുകയാണ്, കൂടുതൽ കടുപ്പത്തിൽ ആളുകളെ ഉപദ്രവിക്കുന്ന വ്യവസ്ഥയായിരിക്കും എന്നെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മനപ്പായസമുള്ളത് മാത്രമാണ്. അങ്ങനെ കൃഷിക്കാരെ ഉപദ്രവിക്കുന്ന ഒരു കാര്യവും LDF സർക്കാരിന്റെ ഭാഗത്തുണ്ടാവില്ല. അതേവരെ ഈ ചട്ടം വരുന്നവരെ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇത് കൃഷിക്കാരോടൊപ്പം നിൽക്കുന്ന സർക്കാരാണ്, കൃഷിക്കാർക്ക് വേണ്ടിയുള്ള സർക്കാരാണ്. അതിനാവശ്യമായ നടപടി മാത്രമേ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവും. 2016 UDF ജയിച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴുള്ള ഒരു വികസനവും സംസ്ഥാനത്തുണ്ടാകുമായിരുന്നില്ല. LDF വന്നതോടെ എല്ലാ മേഖലയിലും വികസനമുണ്ടായി. നിരാശ മാറിയ ജനതയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ബോധപൂർവ സംഘടിത ശ്രമമാണ് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. യോഗത്തിൽ മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, MLA-മാരായ MM മണി, വാഴൂർ സോമൻ, A രാജ, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ, ജില്ലാ സെക്രട്ടറി CV വർഗീസ്, മറ്റ് LDF നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. പതിനായിരങ്ങളാണ് നെടുങ്കണ്ടം പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ നടന്ന ബഹുജന സംഗമത്തിൽ അണിനിരന്നത്. കൈരളി ന്യൂസ്, ഇടുക്കി.